മുഹൂർത്തം ചാനലിലേക്ക് സ്വാഗതം. ഇനി ചന്ദ്രദശയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ചന്ദ്രദശ എന്ന് പറഞ്ഞാൽ 10 വർഷക്കാലാണ് ചന്ദ്രന്റെ ദശ. ചന്ദ്രന്റെ ഏറ്റവും നല്ല രാശി കർക്കിടക രാശിയാണ്, ഉച്ചരാശിയാണ് കർക്കിടകം. പിന്നെ ഇടവൻ രാശിയുണ്ട്. സ്വന്തം വീടാണ് കർക്കിടക രാശി, ഉച്ചരാശിയാണ് ഇടവൻ രാശി. അപ്പൊ ആ രാശിയിലൊക്കെ നിൽക്കുന്ന ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഗുണങ്ങളാണ് നമുക്ക് ചെയ്യാം. അപ്പൊ 10 വർഷമുണ്ട് ആ ചന്ദ്രൻ നമുക്ക് വീട്, ചിലർക്കൊക്കെ വീട് വിൽക്കാനും ചന്ദ്രദശയിൽ വിവാഹം നടക്കാനൊക്കെ പറ്റുന്ന ഒരു ദശാകാലാണ്. പക്ഷെ മനസ്സിന്റെ കാരകത്വം കൂടിയിട്ടാണ് ചന്ദ്രനുള്ളത്. അപ്പൊ മനസ്സ് എന്ന് പറയണെങ്കിൽ പെട്ടെന്ന് ചിലർക്ക് ഡെസ്പായി പോവും, മാനസികമായിട്ട് ദോഷങ്ങളെ ഉണ്ടാക്കും. അപ്പൊ ചിലവർക്ക് ഈ 10 വർഷം പറയില്ലേ, എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് നടന്നു, മനസ്സിന് പേടി വന്നു, അപ്പൊ ആ പേടി വന്നു, ഒരു ക്ഷേത്രത്തിൽ പോയി എന്തോ കണ്ടു, അങ്ങനെയൊക്കെ വരുന്ന പല വിധത്തിലുള്ള മനസ്സിന് ദോഷങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ചന്ദ്രദശ. ചന്ദ്രൻ എപ്പോഴും പേടിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദശയില് എവിടെയൊക്കെയാണോ ചന്ദ്രൻ നിങ്ങളുടെ ഗ്രഹനിലയിൽ നിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും ചന്ദ്രന്റെ ഫലങ്ങൾ നമുക്ക് വരുന്നത്. അപ്പൊ ഈ 10 വർഷം ഉണ്ടെങ്കിൽ ഈ 10 വർഷം ചന്ദ്രൻ തന്നെയല്ല അപഹരിക്കുക, ഈ 9 ഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. അതില് ആദ്യത്തെ അപഹാരം ഒരു വർഷക്കാലം ഉണ്ടാവാം, അത് കഴിഞ്ഞിട്ട് അടുത്തത്, അങ്ങനെയൊക്കെയാണ് ഇത് പോവുക. അപ്പൊ ആദ്യം തുടക്കുമ്പോൾ മാത്രമാണ് ചന്ദ്രന്റെ അപഹാര കാലഘട്ടം നമുക്ക് അനുഭവത്തിൽ വരിക. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ ചന്ദ്രനെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിലൊക്കെ കാണുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ദേവീ ക്ഷേത്രവുമായിട്ടാണ് കൂടുതൽ ബന്ധം വേണ്ടത്. അപ്പൊ ചന്ദ്രൻ നീചസ്ഥനായിട്ട് വൃശ്ചിക രാശിയിൽ, അതായത് അനിഴം, തൃക്കേട്ട ആ ഭാഗത്തൊക്കെയാണ് നിൽക്കുന്നത് വെച്ചാൽ, ആ നക്ഷത്രത്തിലൊക്കെയാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ പോകണം, എല്ലാ വെള്ളിയാഴ്ചകളിലും പോകണം, അതിന് കൃത്യമായിട്ട് നാമം ചൊല്ലണം, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോഴാണ് ആ മനസ്സിന്റെ കാരകത്വം നമുക്ക് നന്നായിട്ട് കിട്ടുക. ഇവർക്കൊക്കെ ഭയങ്കര അഗ്നിയുടെ നക്ഷത്രമാണ്. ഇപ്പൊ പെട്ടെന്ന് ചന്ദ്രൻ നീചസ്ഥനും കൂടിയാണ് അവിടെ. അപ്പൊ പെട്ടെന്ന് ദേഷ്യം വരും, അലസത ഉണ്ടാക്കും. അതിനൊക്കെ മാറ്റം വരാനായിട്ട് ദേവീ ക്ഷേത്രത്തിൽ പോകണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നവഗ്രഹങ്ങളായിട്ടുള്ള പോയി കഴിഞ്ഞാൽ ചന്ദ്രന് പട്ടും പൂജയൊക്കെ കൊടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ഈ ചന്ദ്രദശാകാലത്ത് നമുക്ക് വരുന്നത്. 10 വർഷമുണ്ട്. ഈ 10 ബിസിനസ് രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ലതാണ്. ചന്ദ്രൻ നല്ലൊരു സ്ഥാനത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ നന്നായിട്ട് മനസ്സിനെയൊക്കെ റിലാക്സ് ആക്കി നമ്മൾ ഒരു ബിസിനസ്സിന് ഇറങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ചന്ദ്രൻ നമുക്ക് തരിക. പുതിയ വീടുണ്ടാക്കാനും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് ഈ 10 വർഷത്തിനുള്ളിൽ നമുക്ക് സാധിക്കും. അതിൽ പല പല ഗ്രഹങ്ങളും നമ്മൾ അപഹരിക്കും. അതിൽ ഏതാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു 10 വർഷം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ കിട്ടുന്നതാണ്. അപ്പൊ ഈ ചന്ദ്രൻ എപ്പോഴും നമുക്ക് ദോഷമാണ് ചെയ്യുക എന്ന് വിചാരിക്കാതെ ജോലി, അതായത് പുതിയ പുതിയ ജോലിയിലേക്ക് ഉണ്ടാവും, അറിവുകൾ ഉണ്ടാവും. അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇതിന് ദേവീ ക്ഷേത്രത്തിൽ, അതായത് ഭദ്രകാളി സ്വരൂപിണിയായ ദേവീ ക്ഷേത്രത്തിൽ പോവുക, നല്ല പോലെ പ്രാർത്ഥിക്കുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും ഒരു ഉപാസന പോലെ, ചന്ദ്രൻ 5-ലൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവിയെ നന്നായിട്ട് ഉപാസിക്കുന്നവരാവും. അവർക്ക് ആ ദേവിയുടെ ഒരു അനുഗ്രഹം 5-ലല്ലേ നിവർത്തി, അങ്ങനെ എന്താ പറയാ, അവിടെ കറക്റ്റായിട്ട് 5 എന്ന് പറഞ്ഞ മനസ്സിന്റെ ഭാവത്തിൽ തന്നെയാണ് ചന്ദ്രൻ നിൽക്കുക. അപ്പൊ അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചാൽ ഈ ചന്ദ്രന്റെ ദശ നമുക്ക് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്.